ഇപ്പോൾ യു എയിൽ നിന്നുള്ള വാർത്ത ഇടങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നു. അബുദാബി, അല്ലൈൻ എന്നിവിടങ്ങളിൽ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ശക്തമായ കാറ്റും മഴയും തുടങ്ങിയിരുന്നു. രാജ്യത്ത് യെല്ലോ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാളെ വരെ രാജ്യത്ത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. വിവരങ്ങളുമായി ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും മഴ തുടരുകയാണോ? മസ്കറ്റിലുമൊക്കെ മഴ പെയ്യുന്നുവെന്ന് ചില പ്രേക്ഷകർ അറിയിക്കുന്നു. എന്താണ് പൊതുവെയുള്ള ഗൾഫിലെ സ്ഥിതി? പെയ്യുന്നത് രാജ്യത്തെ പടിഞ്ഞാറൻ മേഖലയിൽ ഇന്നലെ ഉച്ചയോട് കൂടി തന്നെ മഴയും ശക്തമായ കാറ്റും തുടരുന്നു. ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലും ദുബായിയുടെ വിവിധ ഭാഗങ്ങളിലും രാത്രി മുതൽ തന്നെ ശക്തമായ മഴയാണ് ലഭിച്ചത്. ഇപ്പോൾ ദുബായിൽ ഹിസൈസ്, മുഹൈസിന തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അതിശക്തമായ മഴയും കാറ്റുമാണ് അനുഭവപ്പെടുന്നത്. ഷാർജയിൽ പലയിടത്തും റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും യെല്ലോ, ഓറഞ്ച് അലേർട്ടുകൾ അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴയെ നേരിടാൻ വൻ മുന്നൊരുക്കങ്ങളാണ് ഇന്നലെ മുതൽ തന്നെ രാജ്യം സ്വീകരിച്ചത്. കഴിയുന്നതും വീടുകളിൽ കഴിയണമെന്നാണ് സ്വകാര്യ ജീവനക്കാരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവദിക്കണം എന്നതുൾപ്പെടെ സ്ഥാപനങ്ങളോട് UAE തൊഴിൽ മന്ത്രാലയം നേരിട്ട് നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് ഇന്ന് രാജ്യത്തെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും വർക്ക് ഫ്രം ഹോം സംവിധാനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിലെല്ലാം ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പാർക്കുകൾ അടച്ചിട്ടിട്ടുണ്ട്. ദുബായിലും അബുദാബിയിലും ബീച്ചുകളും മാർക്കറ്റുകളും എല്ലാം ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. അബുദാബിയിലെ BAP സിന്ധു മന്ദിർ ഇന്ന് സന്ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷാർജയിൽ മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററുകൾ ഇന്ന് അടച്ചിടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം റാസൽ ഖൈമയിലെല്ലാം സർക്കാർ സ്കൂളുകൾ എല്ലാം തന്നെ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയതായി അധികൃതർ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ തുറന്ന് പ്രവർത്തിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അലൈനിൽ എല്ലാ ടണലുകളും അടച്ചിട്ടുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി വഴി തിരിച്ചുവിടുന്ന സാഹചര്യമാണുള്ളത്. വിമാനത്തിന്റെ സമയക്രമങ്ങളിൽ മാറ്റം ഉണ്ടായേക്കുമെന്നും അതോടൊപ്പം തന്നെ വിമാനയാത്രക്കാർ അറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്നും വിമാനയാത്രക്കാർക്കും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ രാജ്യത്തെ പർവ്വത പ്രദേശങ്ങളിലേക്കും അതോടൊപ്പം തന്നെ വാദികളിലേക്കുമുള്ള റോഡുകൾ അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇവിടേക്കുള്ള യാത്രകൾ പൂർണ്ണമായി നിരോധിക്കണമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. വാഹന യാത്രക്കാരുടെ പരമാവധി ജാഗ്രത പുലർത്തണമെന്നാണ് പോലീസ് നൽകുന്ന നിർദ്ദേശം. സ്വന്തം ജീവനും അതോടൊപ്പം മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ യുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. അതിശക്തമായ കാറ്റും മഴയോടൊപ്പം തന്നെ അനുഭവപ്പെടുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന്.